ഹായ്, ഇന്ന് നമ്മളെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഈസി ആയിട്ട് ഒരു ചിക്കൻ കറിയാണ്. അതൊരു ചിക്കൻ മസാലയാണ് കേട്ടോ. നമ്മൾ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിനൊരു മാരിനേഷൻ ആവശ്യമാണ്. അപ്പൊ ആദ്യം തന്നെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏത് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യണേ അത് എടുക്കുക. റിഫൈൻഡ് ആണെങ്കിൽ റിഫൈൻഡ്, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഏതാച്ചാ. അതിലേക്ക് മറ്റേ കശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ 1 ടീസ്പൂൺ ചേർക്കണേ. എരിവ് ഒരു 1.25 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടി. അപ്പോൾ എരിവുള്ള മുളക് പൊടി നമ്മൾ കുറച്ചെടുത്താൽ മതി. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ മിക്സ് ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു കളർ വരും കേട്ടോ. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മളിതിലേക്ക് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. ചിക്കനിലേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള എത്രയാണ് നമ്മുടെ തൈരിന് അധികം പുളി വേണ്ട കേട്ടോ, ഒരുപാട് പുളി വേണ്ട. പിന്നെ അതേ ലെമൺ ജ്യൂസ്, ഒരു ലെമണിൻ്റെ ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇപ്പം നമ്മൾ ചേർക്കുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചില്ലി ഗാർലിക് മറ്റേ ചില്ലി ഓയിൽ, ചില്ലി പൗഡർ ഇട്ടിട്ട് എടുത്ത് വെച്ച ഓയിൽ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ കേട്ടോ. ഇത് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. നമ്മളെപ്പോഴേ ഉണ്ടാക്കണേ അതുവരെ അത് ഫ്രിഡ്ജിൽ 2 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. എത്ര നേരം ഉണ്ട് നമുക്ക് അത്ര അനുസരിച്ചിട്ട് വെക്കാം കേട്ടോ. നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ വെച്ചു കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ടൈം അനുസരിച്ചിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. നമുക്ക് ഈ കവറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട പരിപാടികൾ നോക്കാം. ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നൊരു കട്ട കേട്ടോ. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങി വരണം. വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതേ മല്ലിപ്പൊടി ഒരു വലിയ ടീസ്പൂണ്, ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, ജീരകം വറുത്ത് പൊടിച്ചത്, അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒന്ന് വെന്ത് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമ്മുടെ ചിക്കനൊക്കെ അതേ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ചെറിയ 1-2 കാര്യങ്ങൾ ചെയ്യാണ്ട്. നമ്മളിത് ഒരു 3 സവാള വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല, ഇനിയൊരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റിലൊന്ന് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാൻ പോവാണ് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുക. ബാച്ചിലേഴ്സ് ഫ്രണ്ട്ലി ചിക്കൻ കറി ആട്ടോ അത്. അതേപോലെ തന്നെ നല്ല ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ പോകുന്ന തിരക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഉള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരുപാട് വഴറ്റിലോ ഇതൊന്നുമില്ല. ആകെ കൂടി ചെയ്തത് ഉള്ളി വറുത്തെടുക്കലാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വേറൊരു വേഷം ചെയ്യണമെങ്കിൽ ഉള്ളി വറുത്തെടുക്കാണ്ട് നമുക്ക് പച്ച ഉള്ളി അരിഞ്ഞ് ലാസ്റ്റിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് വാങ്ങിക്കഴിഞ്ഞാലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉള്ളി വേറെ വറുത്തെടുത്തിട്ട് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 വേർഷനിലും ഇത് ചെയ്യാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്ക് ഓക്കെ, ബൈ.